സോ ഹലോ ഗായ്സ്, വെൽക്കം ടു ഗെയിമിംഗ് പ്രൊഫൈലി. മച്ചന്മാരെ, നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഗൈസ് മറ്റൊരു സർവൈവൽ വീഡിയോ ഓഫ് പാർട്ട് 47. ഗൈസ്, നമ്മുടെ ലാൻഡ് മീൽ 64 അന്ന് ഉണ്ടാക്കി വെച്ചത് എൻചാൻറ്റഡ് ബോസ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ ഇൻവെൻട്രി ഉണ്ടോ ഗൈസ്? നിങ്ങൾ എൻ്റെ മോളെ ഗെയിം പ്രൊഫൈലിൽ ഇതൊക്കെ ഇവിടുന്ന് നീ ഉടായിപ്പോടാ, നീ ക്രിയേറ്റ് ആക്കിയാടാ. പറയടാ, നീ ക്രിയേറ്റീവ് ആക്കിയതല്ലേ? നമുക്കറിയാടാ, നീ ക്രിയേറ്റീവ് ആക്കിയതല്ലേ അല്ലേ? അതെ, പക്ഷേ ഗൈസ് ദിസ് ഇസ് നോട്ട് ക്രിയേറ്റീവ് മോഡ്. ഞാൻ സർവൈവൽ മോഡുള്ള ഗൈസ് എന്നെ സംശയിക്കും. ഇത് ആ ഗ്ലോ സ്റ്റോൺ വെച്ച ഗൈസ് എനിക്ക് ലൈറ്റിന് വേണ്ടിയാണ്. ഇന്ന് എനിക്കൊരു സൂത്രം കാണിച്ചു തരാം ഗൈസ്. അവിടെ കണ്ടോ ഗൈസ്? നിങ്ങൾ കണ്ടോ? അവിടെ കണ്ടോ മാൻഷൻ? ഞാൻ മാൻഷൻ ഫുള്ളും നിരീക്ഷിച്ചു. എന്നിട്ട് ഈ നമുക്ക് കിട്ടിയ സാധനം കണ്ടോ? ഈ എമറാൾഡ് മറ്റവന്മാരെ കൊന്നപ്പോൾ കിട്ടിയത് അവിടെ ഇതൊക്കെ അവിടെ ഫാം ചെയ്തത്, വീറ്റൊക്കെ അവിടെ ഫാം ചെയ്തത്, നെയിം ടാഗ്, ഈ എൻചാൻറ്റഡ് ബുക്ക്, അയണ്, ഈ സാപ്ലിങ്, ഇതൊന്നും സംഭവം എനിക്കറിയത്തില്ല. ഇതൊക്കെ എനിക്ക് അവിടെ കിട്ടിയോടെ ഞാൻ ആദ്യത്തെ ഒരു മനുഷ്യൻ. ഈ സീഡ് ഗൈസ്, ഞാൻ ഇത് എല്ലാവർക്കും കിട്ടുന്നൊരു സീഡാണ് ഗൈസ്. പോക്കറ്റ് എഡീഷനിൽ നിങ്ങൾക്കും വേണേൽ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഗൈസ് നമ്മളെ ചെസ്റ്റ് എടുക്കാൻ മാത്രം മറന്നു ഗൈസ്. ആഡ് ഗൈസ് പുതിയിട്ട് ആ സ്ഥലമൊക്കെ മതിയായി. ഇവിടെ ഫുള്ള് സോംബിയും മറ്റേതും മറിച്ചതാണ്. ഈ ആൻഡ്മീഡ് എങ്ങനെയാണ്? ആൻഡ്മീഡ് ഗൈസ്, ഈ ആൻഡ്മീഡുണ്ടോ ഈ സാധനം? ആ സാധനം ഗൈസ്. പിന്നെ ഗൈസ് എൻ്റെ ടോട്ടം മറ്റവനെ കൊന്നപ്പോയില്ലേ ഒരുത്തൻ ടോട്ടം തന്നു ഗൈസ്. അതേതായിരുന്നു? മറ്റൊരു ഇങ്ങനെ കൈയൊക്കെ മേലത്തേക്ക് മാജിക്കൽ ചെയ്യുന്നൊരു ഇതില്ലേ, ഇത് വിച്ച്. അവൻ നമ്മുടെ ഇവിടെ ഇന്നലെ ഉറങ്ങിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സ്പൂൺ പഠിക്കണ്ട. അതിന് മുമ്പ് ഈ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ ചെറിയൊരു സംഭവം ചെയ്യുന്നുണ്ട് ഗൈസ്, ഒന്നും വിചാരിക്കരുത്. ഓക്കെ നമ്മളത് ഇനി ഗൈസ് ഈ മരം കണ്ട് ഇവിടെ നമ്മളെ ടോർച്ചൊക്കെ വെച്ചു കേട്ടോ. നമ്മളത് ഇവിടെ ബെഡ് വെച്ചു. കോഴി ഇവിടെ ഇങ്ങോട്ട് ബെഡ് വെച്ചിരുന്നു. നമുക്ക് സ്പൂൺ ആകുമ്പോൾ കീപ്പ് ഇൻവേർട്ടർ ആണ്. ചീറ്റിൽ ഞാൻ പോയി കീപ്പ് ഇൻവേർട്ടർ വെച്ചു. അവിടെ ഇന്നലെ നഷ്ടപ്പെടില്ല. ഒരു 37ാമത്തെ എപ്പിസോഡ് വരെ ഞാൻ കീപ്പ് ഇൻവേർട്ടർ അല്ലായിരുന്നു. അന്നേരം ഗൈസ് എൻ്റെ ഡയമണ്ട് വരെ പോയി ഗൈസ്. പിന്നെ നമ്മുടെ നെതർ പോർട്ടിൽ പൊട്ടിച്ചുകൊണ്ട് വരാൻ വിചാരിച്ചാണ്. അത് പിക്കെക്സ് ഞാൻ പുതിയത് ക്രാഫ്റ്റ് ചെയ്തു. ഈ ആൻമീലും ആരോ ആണ് ഗൈസ്. ഞാൻ എത്ര കോഴിനെ കൊന്നടേ. ഞാൻ വഴി പോകുന്ന എല്ലാ കോഴിനെ കൊന്നിട്ട് ഫെദർ കിട്ടി. കോഴിനല്ല, പക്ഷികളെ. ഞാനില്ലേ മീനക്കുട്ടീനെ മറ്റേ സൂര്യണ്ണൻ്റെ ഇവിടെ കാണാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ആ മീനക്കുട്ടീനെ തപ്പി വന്നതാണേ. അവളെ തപ്പി വന്നപ്പം നോമിന് കുറേ പക്ഷികളെ കിട്ടീനി. അത് ഗൈസ് നമ്മൾ കുറേ പക്ഷികളെ കിട്ടി. എന്നിട്ട് അവരൊക്കെ കൊന്നു കിട്ടി ഫെദറും വെച്ച് ഗൈസ്. കൊന്നു കിട്ടിയല്ലോ. അവർ ചീറ്റിങ് ചെയ്യണം. ഇങ്ങ് അടുത്തേക്ക് വിളിച്ചപ്പോൾ ദൂരേക്ക് വിളിക്കും വന്നു. പിന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ ഓടുന്നു. പിന്നെ അവളെ കൊന്നു. പിന്നെ ഗൈസ് എനിക്ക് പക്ഷികളോടൊക്കെ ദേഷ്യം വന്നു. പിന്നെ എല്ലാ പക്ഷിയും കൊന്നു ഫെദർ കിട്ടി. പിന്നെ മറ്റേ മേലെ പോയപ്പോൾ കുറേ സ്കെലറ്റൻസ് ഉണ്ടായിരുന്നു. അവരെ കൊന്നപ്പോൾ കുറച്ച് കിട്ടി. ആരോസ് ഇവിടെ ഉണ്ടാവല്ലോ. ഇതാ ബോണിതാ കറക്റ്റ് ഒരു സെക്കൻഡ് എൻ്റെ മോനെ. സാധനം പോടാ. ഞാൻ മറ്റേ അറിയാതെ തെറ്റിന് വരാം. ഗൈസ് ഞാൻ ജാവ മോഡ് ഓണാക്കിയിട്ടുണ്ട് ജാവയിൽ. അതുകൊണ്ടുണ്ട് എൻ്റെ ഹേർട്ടില്ല ഹാർട്ട്. ഗൈസ് മേലെ ഇങ്ങനെ ചാടിയാൽ എന്തെങ്കിലും സാധനം കിട്ടുന്നല്ല പറയുന്നത്. നിങ്ങൾ ഈ മരം എല്ലാം പൊട്ടിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാവേ. അല്ല, ഈ ഒരു മരം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം പൊട്ടിയിട്ട് നിങ്ങളെ ഞാൻ ഇപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യും. ഇതെന്താ സംഭവം? എനിക്കെന്തോ തല്ലിയതുകൊണ്ട് എന്നെന്തോ ഇവിടെ തല്ലിട്ടോ. അന്നേരം കേസ് ഞാൻ പെട്ടെന്ന് കണ്ടതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സാധനം ഉണ്ടോ നോക്കുമ്പോൾ കൂടെ ഒരു സ്കെൽട്ടർ ഉണ്ടായിരുന്നു. എന്നിട്ട് എടാ എന്നതാണ് അമ്മേ പ്രേതാടാ ഇത് ഞാൻ. അയ്യോ ഞാൻ നല്ല സ്ഥലത്ത് ഇവൻ നമ്മളെ തന്നെ ഫോളോ ചെയ്യുന്നടാ. അയ്യോ എനിക്ക് പേടിയോളാ. ഞാൻ
ഞാൻ പേടിച്ചുകൊണ്ടാടാ. അയ്യോ ഞാൻ 47ാമത്തെ എപ്പിസോഡാണേ. അയ്യോ അയ്യോ ഇവിടെ വേണം, ഇവിടെ അല്ലേ, ഇവിടെ വേണം, പേടിയാന്ന്. ഞാൻ പില്ലർ ചെയ്ത് മണ്ട വരോട്ടെ. ഈ പാത്താടയ്യോ എന്നൊന്നും ചെയ്യില്ലേ, ഇവിടെ പേടിയാണോ. പിന്നെ കേസ് എൻ്റെ മുകളിലുള്ള സംഭവമില്ല, ഞാൻ കാണിച്ചില്ല കേസ്. അയ്യോ രാവിലെ വരെ ഇങ്ങനെ കിടക്കണേ, പോളില്ലടാ. നമുക്ക് ഓടുന്ന കളിച്ചിടാൻ പറ്റുമോ? അതെ അതാണ് ഈ നമ്മുടെ ഫുള്ളും ഞാൻ ടോർച്ചും മറ്റം വന്ന് ഇതിൻ്റെ മണ്ടക്കാൻ നിൽക്കൂടെ. എടാ പ്ലീസ് കേസ് അവനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ, എനിക്കറിയത്തില്ലടാ. അവിടെ എൻ്റെ മണ്ടയ്ക്ക് എനിക്ക് ലാഗ് അടിക്കുന്നു. എടാ പ്ലീസ് എടാ ഒന്ന് പറഞ്ഞോടാ, എനിക്ക് ഭയങ്കര പേടിയാണ്. എടാ സാധനം ചാകൊന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. എടാ അവൻ്റെ ഇപ്പം ഈ സൈഡ് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് നടന്നു. ഈടാ നേരത്തെ തന്നെ തള്ളി താഴോട്ടാടാ. കോഴി ക്രീപ്പർ ഇത് നടന്നു. ക്രീപ്പർ അതേ നിൽക്കുന്നു. ഫുള്ള് ഇവന്മാരാടാ. ഇത് ഞങ്ങളുടെ ഏരിയ, കൊച്ചി TV. ഇത് ഞങ്ങളുടെ ഏരിയ. എടാ എൻ്റെ സൗണ്ട് വരെ കുറഞ്ഞു പേടിച്ചിട്ട്. എൻ്റെ സൗണ്ട് വരെ കുറഞ്ഞു എൻ്റെ പേടിച്ചിട്ട്. അയ്യോ എടാ നിങ്ങൾക്ക് വരെ സൗണ്ട് ഡിലേ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് പുതിയ മൈക്കൊക്കെ നെക്സ്റ്റ് വീക്ക് മേടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മേടിക്കുന്നതിൻ്റെ വീഡിയോ എന്താ ചാനലിൽ പോയി 47 കേസ് നോക്കാത്തതെന്ന് വെച്ചാൽ കേസ് എൻ്റെ ചാനൽ എൻ്റെ വേറെ ഒരു ചാനലുണ്ട് കേസ്, അതിനകത്താണ് കേസ് ഞാൻ ഇതിന് മുമ്പ് ഇടുന്നത്. അതുകൊണ്ടല്ലേ പട്ടിപ്പടിക്കായിരുന്നേ, അതുകൊണ്ടാണ് കേസ്. ഇപ്പോൾ അതെ പോടാ രാവിലെ ആവോടൊന്നും വേണം. എടാ ഇവിടെ ടോർച്ച് എവിടെയാടാ? ഞാൻ പറയാം എൻ്റെ ഇവിടെ ഫുള്ളും ടോർച്ച് വെച്ചാണല്ലോ. അവിടെ ഇതിൻ്റെ മണ്ടയ്ക്ക് എല്ലായിടത്തും ടോർച്ച് വേണം കേട്ടോ. ഞാൻ ചെറിയൊരു ചീറ്റ് ചെയ്യാൻ പോണേ. പ്ലീസ് ക്ഷമിക്കണം പ്ലീസ്. ചെറിയൊരു കോർഡിനേറ്റർ ചെറിയൊരു ചീറ്റ് ചെയ്യാൻ പോണ്. ഓൾവേസ് ഡേ നിൽക്കാൻ പോണേ. ഓക്കെ ഇപ്പോൾ ഫുള്ളും ഡേ ആയിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ ഒരു വാണങ്ങളൊക്കെ നമ്മൾ ബേസിനുള്ളിൽ അപ്പനായിട്ടൊക്കെ പഠിക്കണ്ട. അല്ല പക്ഷേ ഈ സുതിയാണില്ല അവൻ്റെ മുമ്പുള്ള ഇങ്ങനത്തെ ഒരു ഗുഹയിൽ സർവൈവ് ചെയ്തു. ഫുള്ളും ഓൾവേസ് മോർണിംഗ് ആയിരുന്നു. നിങ്ങൾ അല്ല മോർണിംഗ് അല്ല, കുറച്ച് നാൾ രാത്രി ജയിച്ച് ഞാൻ കണ്ടതാണ്. ഒരു 10 എപ്പിസോഡ് മുതലാണ് ഈ ഞങ്ങൾ കളിക്കുന്നത്. അന്ന് വരെ അവൻ ഇട്ടിട്ട് പിന്നെ എൻ്റെ സൗണ്ട് ഭയങ്കര ഡിലേ ആയിട്ട് പേടിച്ചിട്ട് ടോട്ടം കൈ പിടിച്ച് ആടിയൊന്നും സംഭവിക്കത്തില്ലല്ലോ. വാട്ടർ ഉണ്ടായിരുന്നെങ്കിൽ MLG ആയിരുന്നു. ഒന്നുമില്ല നമുക്ക് വോളെല്ലാം ഉണ്ടെങ്കിൽ ബെഡ് എന്ത് ചെയ്യുന്ന എടാ നമുക്ക് നമ്മളെ കീപ്പിംഗ് വീട് നമുക്ക് ചാടിച്ചത്തില്ലേ. നമ്മുടെ ബെഡിന് ഇവിടെ വല്ലതും ഉണ്ടോ കൂടി? നിക്ക് ചാടി ചാത്ത് അറ്റംപ്റ്റ് 11 ചത്തു. അറ്റംപ്റ്റ് 11ാമത്തെ അറ്റംപ്റ്റ് ചത്ത് പൈസ ഇവിടെ ബെഡ്. എടേ ഇവിടെ സ്പോണെങ്കിൽ ബെഡ് എന്ത് ചെയ്യേ?
എടാ ഞാൻ വേറെ സ്ഥലത്തോടെ സ്പോണായി. അല്ല അവിടെ തന്നെ ബെഡ് ഞാൻ പൊട്ടിച്ചിട്ടില്ലടാ. നമുക്ക് പുതിയ ബെഡ് ക്രാഫ്റ്റ് ചെയ്യാതാണ്ട് തെങ്ങ് വെച്ചു. രണ്ടെണ്ണം ആകെ എടുത്തു. ഒരു 9 ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ മറ്റേ ബെഡ് കാണാൻ വേണ്ടി 11-ാമത്തെ അറ്റംപ്റ്റിൽ വടിയായി ഗൈസ്. അത് ഹാപ്പിയാണ്. അമ്മേ അച്ചു ഇന്ന് നോക്കിക്കുന്നേ ഇടറാ. നീ തന്നെ ഇടറാ, നിനക്ക് തന്നെ വെച്ചുതരാം. വെക്ക് അത് കൊന്ന ഒരു ഉത്തരവാദിത്വം എനിക്കില്ല. ഓക്കെ ഗൈസ്, നിങ്ങളും കണ്ടാണ് അത് കൊന്നതിൽ നോവേ ഒരു ഉത്തരവാദിത്വം എനിക്കില്ല കേട്ടോ. അടാ ബെഡ് എന്നാലും ഗൈസ് ആ ബെഡ് ഇവിടെ പോടാ. ഞാൻ ഈ മൂലക്ക് എങ്ങാണ്ട് ഒരു മൂലക്ക് വെച്ചാ അവിടെ കിടന്ന് ഉറങ്ങിയതുമാണ്. നമ്മുടെ ഇൻവെൻറ്ററി ഉണ്ടോ? ഇല്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ മരം മുറിച്ചുകൊണ്ടിരുന്നതിൻ്റെ മറ്റേ പ്രേതം എന്തിടാ. അതെ, നമ്മൾ നേരത്തെ എവിടെ നിന്നാണ് നമ്മൾ വന്നത് അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ടോ. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എന്താ കണ്ടോലെ എൻ്റെ മണ്ടയ്ക്ക് കറക്റ്റ് ഇവിടെ ഉണ്ട്. ബെഡ് കണ്ടോലെ തോന്നുന്നതാ. പോടാ പട്ടി. മാൻഷൻ കണ്ടുവരാ. മാൻഷൻ ഞാൻ ഇവിടെ സ്പോൺ അയക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോകണം ഗൈസ്. ഞാനോ അത് ചുറ്റിൽ നോക്കട്ടെ. മനുഷ്യമായിരുന്നു ഇത്. ഞാനോ അത് പുറത്തെന്താ സ്പോൺ അയക്കുന്നതെന്ന്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ മേലെ എത്തണം. അതിൻ്റെ ഉള്ളിലായിരിക്കും ഗൈസ് എന്നാണ് റീസ്പോൺ സെറ്റ് ചെയ്തതാണല്ലോ. ഒന്ന് ഗൈസ് ഞാൻ മറ്റേ മാൻഷൻ്റെ മേലെ ഒരു ബെഡ് വെച്ചായിരുന്നു ഗൈസ്. ഞാൻ ഓഫ് ക്യാമറ ചെയ്യാൻ കാരണം ഗൈസ് എനിക്ക് റെക്കോർഡ് ചെയ്യണം. മെയിൻ കാരണം ഗൈസ് എഡിറ്റിംഗ് ആണ് ഗൈസ്. എന്നാലും ഗൈസ് നമ്മളിതേ ഒന്ന് അവിടം വരെ പോയിട്ട് ഇലക്ട്ര ഉണ്ടോ നമുക്ക്? ഇലക്ട്ര ഉണ്ടോ? ഇവിടെ പൊട്ടിപ്പോയായിരുന്നു. പക്ഷേ ഇത് കഷ്ടമാണ് നമ്മൾ ഗൈസ്. ഇനി എന്തായാലും നമുക്ക് ബോണുമില്ല, ഒരു ഗുണമില്ല. സോറി. ഓക്കെ, നമുക്കൊന്നുമില്ലടാ. ഈ ആൻവിയിൽ വെച്ച് പോവാം. വേണ്ട, നമുക്ക് ഇതിങ്ങനെ വെച്ച് പോകണം. നമുക്ക് ആൻവിയിൽ നമുക്ക് പിന്നെ പൊടിയുള്ളൂ. നമുക്ക് ഇനി ഉണ്ടാക്കാമല്ലോ. ഇഷ്ടം പോലെ ആയതുകൊണ്ടോ അതുകൊണ്ട് എല്ലാം ഞാൻ നശിപ്പിച്ച് ആൻമ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകണം. നമുക്കിന്ന് ബ്ലോക്ക് വെക്കാം. ബ്ലോക്ക് ഈ ബ്ലോക്ക് നമുക്ക് ആവശ്യം വരും. ഇത് നമുക്ക് തൽക്കാലം ആവശ്യമില്ല. ഇനി നമുക്ക് എണീച്ച് നോക്കാം. അല്ല മറ്റേത് എന്നാലും ഞാൻ നോക്കുമ്പോൾ ഗ്ലോ സ്റ്റോൺ പോലും കാണുന്നില്ല. ഇതേ ചുറ്റി നടന്ന ഗൈസ്. ഇത് ഗൈസ് നമുക്കത് ഇങ്ങനെ മുമ്പോട്ട് വെക്കാൻ പറ്റും. കണ്ടോ അതുകൊണ്ട് നമുക്കത് സ്കൈ ബ്ലോക്ക് സീരീസിൽ കണ്ടുപിടിച്ചാണ് ഗൈസ്. ഇനി നമ്മളത് ഇത് ഞാൻ പൊടിച്ചെടുക്കും. വേണ്ട അത് വെച്ചിട്ട് ഓവറാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിൻ്റെ മണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് കാണാൻ പറ്റും. ഭയങ്കര ഓൾഡ് വൈബ് അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ആകാശം നോക്കിയാൽ നല്ലൊരു ഓൾഡ് വൈബ്, നൊസ്റ്റാൾജി കളിക്കുന്നത്. അതെ, നമ്മുടെ ഗ്ലോ സ്റ്റോൺ നമ്മുടെ മരന്തേ ചത്താണ്. എന്നാലും ഞാൻ പ്രേതം അവൻ ചാകുന്നില്ല. അല്ല, മെയിൻ കുഴപ്പം അവൻ ചാകുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. അവൻ്റെ മുഖം കാണുമ്പോൾ രാവിലെ എന്നിട്ട് നോക്കുമ്പോൾ അവൻ്റെ മുഖം കാണും കണി കണ്ട ദിവസൻ്റെ പോക്കാം. പിന്നെ കുറേ നമ്മൾ ഓൾവേസ് ഡേ വെച്ചിട്ടുണ്ട്. പക്ഷെ രാവിലെ അവനും കണ്ടേക്കല്ലേ, കണി കണ്ട എൻ്റെ മൂഡ് പോവും. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ നേരത്തെ പോണയില്ലേ, ഞാൻ സെലക്ട് പോണയില്ലേ, അവിടെ ഞാൻ ഒരു ബെഡ് വെച്ചിട്ട് പോയതാ. ബെഡ് വെച്ച് ഉറങ്ങി അവിടെയായിരുന്നു ഗൈസ്. ഞാൻ
അതേ കൂടും. അവിടെയാണ് ഞാൻ ഗൈസ് ബെഡൊക്കെ വെച്ചായിരുന്നു. ഇപ്പോൾ ബെഡ് പോലും കാണാൻ പറ്റുന്നത്. ഞാൻ അവിടെ തന്നെ സ്പോണേ വന്നായിട്ടോ, തൊട്ടടുത്ത് സ്പോണേ. അപ്പം നമുക്കിപ്പോൾ ഒരു ബെഡ് ഉണ്ടാക്കാനായിട്ടുണ്ട്. മറ്റേ സാധനം കോഴി മറ്റേ സാധനം പേടിയാവും. അണത്തെ അടേ ഇവിടെ എങ്ങനെയാണോ ബെഡ് ഉണ്ടായിരുന്നത്? ചിലപ്പോൾ എൻ്റെ ബെഡൊക്കെ ഇൻവിസിബിളായി കിടക്കുന്നതാണ്. പിന്നെ കൈസ് നമ്മുടേത് അടവിടെ സൗണ്ട് വിടുക. അവൻ്റെ നടപ്പിന് കൈസ് മുമ്പുണ്ടായിരുന്ന സൗണ്ട് ഞാൻ കേട്ടു കൈസ്. പിന്നെ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഈ സാധനങ്ങളാണ്. ഞാൻ കുറച്ച് നേരം എൻ്റെ കയ്യിൽ കുറച്ച് വുഡ് വെക്കാൻ വേണ്ടി സ്റ്റോർ വെച്ചാണ്. ഞങ്ങൾ ബെഡ് ഈ സൈഡിൽ വെച്ച് പോയി നോക്കാം. അവിടെ ഈ സൈഡ് എനിക്ക് ഓർമ്മയുണ്ടോ? ഈ സൈഡ് കണ്ട് ഇവിടെ കിതച്ച് പോയതാ. ഇവിടെ ഇതൊന്നും ഇല്ല കേട്ടോ, ബെഡൊന്നും ഇല്ല, നോക്കണ്ട. ഉണ്ട് എനിക്ക് ഉറപ്പില്ല, നമുക്ക് നോക്കിയിട്ട് വരുന്നല്ലോ. ഇവിടെ മറ്റവൻ രാത്രി വരത്തുള്ളൂ കേട്ടോ, സമാധാനം. ഞാൻ ഓൾവേസ് ഇട വെച്ചാൽ എന്താ നന്നായിട്ടോ. ഇതാ ഇത് സാധനം ഞാൻ പൊട്ടിക്കണം. ഇവിടെ എന്താ കുറേ മോബ്സ് ഉണ്ടാവും. ശിവ ഇപ്പോൾ ഇവിടെ ലൈറ്റ് വന്നു. കുട്ടി സോംബി എന്താ അവിടുന്ന് മയിലേ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. എടാ നീ വാ ബാടാ നീ ഇത് ഇത് ഞാൻ അവിടെ ഉണ്ട്. ശൂലം നീ പൊട്ടുണ്ടോ അങ്ങനെ? പൊട്ട്. ഓക്കെ അമ്മേ വാ. ഫസ്റ്റ് ഞാൻ അതൊന്ന് ഇതിൻ്റെ സെൻറ്ററിലൊക്കെ പോയിട്ട് കുറച്ച് മരം വെട്ടിക്കളയിട്ട്. ഇതേ കേസ് ഞാൻ ഇവിടെയാണ് വന്നത്. ഇവിടെ ഫുള്ളും ചുറ്റി നോക്കി, എന്നിട്ടും കണ്ടില്ല നമ്മുടെ ബെഡ്. അപ്പോൾ നമുക്കിതേ പുതിയ ബെഡ് ഉണ്ടാക്കാൻ കുറച്ചുകൂടി സിമ്പിളായി. കുറച്ച് ഇതുണ്ടാക്കുക, റീസ്പോൺ സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, റീസ്പോൺ സെറ്റ്. ഇനി ചത്താലും വലിയ കുഴപ്പമില്ല. നമുക്ക് ഈ സാധനം ഇവിടെ കളഞ്ഞിട്ട് ഈ സാധനം എടുക്കട്ടെ. ഡേടാ ഇതൊന്നും പടിയായില്ലേ? ചത്തൂടാടാ. ഞാൻ ഗ്ലോ സ്റ്റോണൊക്കെ കാരണം നമുക്ക് വഴി മനസ്സിലാകുന്നതാണ്. നമുക്കത് ഇതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് വരാവേ. നമുക്ക് ആ വെള്ളം ഇല്ല കേട്ടോ, എന്തോ ഞാൻ വിചാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഈ മരമെല്ലാം അതിൻ്റെ ലീഫെല്ലാം നിലത്ത് വേണം. നമ്മുടെ വീട് ഇന്നത്തെ ഇവിടെ നിർത്താൻ പോകുന്നു. അതെ മറ്റേ ഇവിടെ അവിടെയാണ് നിൻ്റെ തന്തയോ? എൻ്റെ തന്ത ഇവിടെ ഇരിപ്പുണ്ടോ? അവിടെ ഇങ്ങോട്ട് അവിടെ എൻ്റെ കൂട്ടരൊക്കെ ചത്തല പിഷ്ക. ഇതെല്ലാം കൂട്ടരുണ്ട്. TNT ഉണ്ടായിരുന്നു കേസ്. ഇവിടുത്തെ ഇലയെല്ലാം നമുക്ക് പൊടിച്ചു കളയണം കേസ്. ഇവൻ നീ വെള്ളത്തിൽ വിളിക്കാൻ പോലാടാ, കുറച്ച് ഡാമേജ് ഉണ്ടാവുള്ളൂ. എനിക്ക് ഇങ്ങനെ നിന്നേക്കാം കേസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടെ നിർത്താൻ പോകണം ഗൈസ്. എല്ലാവരും ഇവിടെ നമുക്ക് കുറേ നെടായിട്ടൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റു വിളിക്കാൻ നന്ദി ഗൈസ്. സമയം എൻ്റെ നോക്കാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബൈ സീ യു.